ഏകദേശം 9 മാസം 4 ദിവസമായിട്ട് സിഗരറ്റ് വലിച്ചിട്ടില്ല. അതായത് 9 × 30 എന്ന് പറയുമ്പോൾ 270, 274 ദിവസമായിട്ട് സിഗരറ്റ് വലിച്ചിട്ടുണ്ട്. സിഗരറ്റ് കാര്യമല്ല, നല്ലൊരു വലിയ കാര്യമാണ്. സിഗരറ്റ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ആസക്തിയാണ്. ഫുൾ നമ്മുടെ മേലെ കൺട്രോളുള്ള ഒരു അഡിക്ഷനിൽ നിന്ന് കുറേ നാളായിട്ട് വിട്ടു നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ദൈവത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ചെയ്യുക, അതായത് കുറച്ചൊക്കെ ധൈര്യമായി ഇരിക്കുക, മുന്നോട്ട് പോവുക, നന്നാവും എന്നുള്ള വിശ്വാസത്തിൽ മുന്നേറുക. അത്രത്തോളം എൻ്റെ ഹെൽത്തൊക്കെ റിക്കവറായിട്ടുണ്ടാകും, ഒരുപാടായിട്ടുണ്ടാകും. അതിലൊക്കെ ഈ ഒരു സ്റ്റെബിലിറ്റിയൊക്കെ കിട്ടുന്നത് ഓഫ്കോഴ്സ് ഉറപ്പായിട്ട് ഞാൻ ജോലിയൊക്കെ നടത്തുന്നത് 3 മാസം വരെ എത്തൂല. ഇങ്ങനെ ജോലി 10, 50, 78 ദിവസം വന്നാൽ ഞാൻ ജോലി എത്തും. പൊതുവെ ഞാൻ അങ്ങനെയാണ്. ഇപ്പം 3-4 മാസമായി. അപ്പോൾ ശമ്പളം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ അതാണ് ഈ സിഗരറ്റ് വലിക്കാനുള്ള താല്പര്യം ഇതിനിടയ്ക്ക് ഒരുപാട് അവസ്ഥകൾ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വീട്ടിൽ ഒന്നിക്കുന്ന ഒരു പാക്കറ്റ് സിഗരറ്റ് മൊത്തം വലിച്ചു വെക്കാനും അങ്ങനെ പലതരം. പിന്നെ മാത്രമല്ല ഭയങ്കര അഡിക്ഷൻ, മാസ്റ്റുർബേഷനിലേക്ക് മൊത്തം എൻ്റെ സിഗരറ്റിൻ്റെ അഡിക്ഷൻ മാറുന്നത് പോലെ അവസ്ഥയില്ല. ഞാൻ നല്ല സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഡിപ്രഷനിലേക്ക് താളാതെ സിഗരറ്റ് നിർത്തുന്നത്. ഒറ്റയ്ക്ക് താളിപ്പോകാതെ സിഗരറ്റ് നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു നാക്ക് തന്നെയാണ്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ തെറാപ്പി കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ കുറേയൊക്കെ വേറെ ആസക്തി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ ഫോൺ അഡിക്ഷനിലേക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സിഗരറ്റ് വലിക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഫോൺ അഡിക്ഷനിൽ നിന്നും ഫൈറ്റ് ചെയ്യുന്നു, സിഗരറ്റിൽ നിന്നും എനിക്കൊരു കേസിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി അഡിക്ഷൻ ഉണ്ടാകുന്ന പ്രോഗ്രഷനാണ്. അതൊരു സിഗരറ്റാരുമില്ല, എൻ്റെ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു വലിയൊരു മൈൽ സ്റ്റോണാണ്. തെറാപ്പി ഇല്ലാതെ ഇത്രയാണ് മുന്നോട്ട് പോകാൻ സാധിച്ചെന്നുള്ളത് ഒരു വലിയ സംഭവം. 2 വർഷത്തിൽ കൂടുതലാണ്. തെറാപ്പിയുടെ ആവശ്യമൊന്നും എനിക്കില്ല. പറ്റില്ല തെറാപ്പി കൊണ്ട് ജീവിക്കാൻ സാധിക്കും. എനിക്ക് ഒരുപാട് വഴികളുണ്ട്, ലൈക്ക് എൻ്റേതായ വഴികൾ. പക്ഷെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ മനസ്സിനും ശരീരമൊക്കെ തളരുന്ന സമയമുണ്ടാകും. പക്ഷെ നാച്ചുറലായിട്ട് നമുക്ക് അപ്ഡേറ്റ് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ നേടിയെത്താൻ നമ്മളെപ്പോഴും അപ്ഡേറ്റ്മെൻ്റ് ആയിട്ടുള്ള പരിപാടികളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും. ഓഫ്കോഴ്സ് ഉറപ്പായിട്ട് പ്രതിബന്ധങ്ങളുണ്ടാവും. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം 30 ദിവസം സോബറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവും. ആദ്യമൊക്കെ പിന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. ഇതൊക്കെ അത്ഭുതമാണ്, അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഇതൊക്കെ. ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ വേറെ ഒരു ദിവസം ഫോണതിലേക്ക് എത്തി, മാസ്റ്റർബേഷൻ എത്തി, ആര് മൈൻഡ് ചെയ്യുന്നു? ഇന്ന് ഈ കാലഘട്ടത്തിൽ സിഗരറ്റ് എത്തി ആര് മൈൻഡ് ചെയ്യുന്നു? ഈ കാലഘട്ടത്തിൽ വഴി നിർത്തി. അപ്പോൾ 2-3 വർഷത്തിൽ വഴി നിർത്തിയൊരു യുവാവിന് വിലയുണ്ട്. പണ്ടുണ്ടായിരുന്നില്ല ആയിരിക്കാം, ഇന്നുണ്ട്. അതായത് ഇന്ന് പറഞ്ഞ പോലെ ജൈനാക്കിയാണോ ജൈനപ്രസിയാണോ ജൈനസെൻട്രസാണോ എന്താണെങ്കിലും ആ ജൈനസെൻട്രസം അല്ലെങ്കിൽ ജൈനാക്കിയിൽ നിന്ന് ഒരു യുവാവിനെ ആസക്തികളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു യുവാവിൽ നിന്ന് വിലയുണ്ട്. അവനൊരു സ്പേസ് ഉണ്ട്, അവന് ജോലി വേണ്ട, അവന് ശമ്പളം തേങ്ങാൻ വേണ്ട, അവൻ സൗന്ദര്യം വേണ്ട. ജസ്റ്റ് ആസക്തിയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സുബോധവാന ഒരു യുവാവിനും ഈ കാലത്ത് വിലയുണ്ട്. പറഞ്ഞാൽ സുബോധവാനായിരിക്കണം. അതായത് സിഗരറ്റ് നിർത്തി ഒരു ദിവസം 5 പ്രാവശ്യം മാസ്റ്റർബേഷൻ ചെയ്ത് നടക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഒരാഴ്ച 2-3 പ്രാവശ്യം വൃത്തിയോടെ ഉണ്ട് മൈൻഡ് നിറച്ച് വൃത്തിയോടായി നടക്കുന്നതായിരിക്കും സുബോധവാനായിരിക്കും. അതിൻ്റെ നാച്ചുറലായ രീതിയിൽ സുബോധവാനായിട്ട് ആസക്തിയിൽ നിന്ന് വിടുതൽ ലഭിച്ച ഒരു മനുഷ്യൻ സാധാരണ രീതിയിൽ ജീവിച്ച സുബോധം അത് ഉറപ്പായിട്ടും ആ മനുഷ്യൻ്റെ പിറകിൽ ഒരുപാട് ആളുകളുടെ ഒരു സ്ത്രീകളടക്കം ഒരുപാട് ജോലി സാധ്യതകൾ വരുമ്പോൾ നല്ല ജോലി സാഹചര്യങ്ങൾ വരും. എല്ലാം എങ്ങനെയുണ്ടാകുന്നത്? എനിക്ക് എല്ലാം നമ്മൾ പണ്ടുണ്ടായത് ടെക്നിക്കൽ അതുപോലെ നല്ല നല്ല സാഹചര്യങ്ങൾ ഈസി റൂമിൽ വർക്ക് ചെയ്യുന്ന അത്ര ആളുകളായിട്ടുള്ള എക്സ്പോഷറും എല്ലാം ഉണ്ടായിരുന്ന. സിനിമ പിക്ക് എന്നെ പിക്ക് ചെയ്യുന്ന ഹൈദരാബാദിലൊക്കെ പ്ലേസ് ചെയ്യാൻ തോന്നിയുകൊണ്ടാണ് ഒരാൾക്ക് വെറുതെ ഒരാൾക്ക് തോന്നുന്നു. അവൻ അസസ് തേങ്ങയായിക്കോട്ടെ, എങ്കിലും അവനെന്തോ കണ്ടു. എൻ്റെ ഒരു സെലിബ്രിറ്റി, എൻ്റെ ഒരു അട്രാക്ഷൻ, ചാം ഉറപ്പായിട്ട് അവൻ ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ചാൻസ് കിട്ടിയതും കുറച്ചും പോകുന്നു
കൈ നിർത്തിയാൽ മാത്രമേ മറ്റുള്ളവരെ വളർത്താൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ശക്തിയാണ്. എനിക്ക് പോസിറ്റീവ് പവറായി മാറി. ഓഫ്കോഴ്സ് ഞാൻ പോസിറ്റീവ് പവറായി മാറിയാൽ അതിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഒരു 2-3 വർഷമൊക്കെ വരി നിർത്തിയാണ്. അതൊരു വേറെ മനുഷ്യനാണ്, മനസ്സിലായോ? എനിക്കിപ്പോൾ 26-27 വയസ്സായി. 29 എനിക്ക് പൂർണ്ണമായിട്ടും ഒരു 3 വർഷത്തേക്ക് എനിക്ക് സിഗരറ്റ് നിർത്താൻ സാധിക്കും. എനിക്ക് നല്ല ഫേസ് അപ്പം എൻ്റെ ജീവിതം നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ സിഗരറ്റിൽ പൂർണ്ണമായിട്ട് മനുഷ്യനാകുന്നത് സിഗരറ്റോട് നീളുണ്ടായ ലൈംഗിക നോക്കി. ഓക്കെ, ലൈംഗികത അവിടെ ഉണ്ട്. ഇതിൽ പൂർണ്ണമായിട്ട് തിരസ്കരിക്കാൻ ഒരു മനുഷ്യർക്ക് സാധിക്കില്ല. പക്ഷേ സിഗരറ്റിൽ പോലുള്ള ലൈംഗിക ആസക്തികൾ, ലൈംഗിക വൈവിധ്യങ്ങളുണ്ട്. അതൊക്കെ മനസ്സ് ക്ലീനാവും. മനസ്സ് വേഗത്തിൽ ഫോക്കസ് ചെയ്ത് അതിലെ കോൺസെൻട്രേറ്റ് പൊക്കവും ആ രീതിയിൽ മനസ്സിനെ കൊണ്ടുവരാൻ സുബോധവാനായിരിക്കുമ്പോൾ സാധിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ ഇടയ്ക്കിടെ മീറ്റിങ്ങിലൊക്കെ ബോർഡിയേക്കാണ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. പല വ്യക്തികളും ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം. എത്ര നാൾ നിലനിൽക്കുമെന്നറിയില്ല. ഗ്രൂപ്പ് നാളെ കുറ്റിപ്പോയി എന്ത് ചെയ്യും? എന്നാ പ്രോഗ്രാമിൽ ചവിട്ടി പുറത്താക്കി എന്ത് ചെയ്യും? ഓഫ്കോഴ്സ് ചോദ്യം. പക്ഷേ നോക്കട്ടെ, ഇത്ര വരെ എത്തുമായിരുന്നു. അപ്പോൾ ഒരു ജീവിതത്തിൻ്റെ ദിവസവും അമ്പലങ്ങളിൽ പോവുക, എന്നെപ്പോഴും അത്യുത്തം പ്രാർത്ഥിക്കുക, വീട്ടിൽ വിളക്ക് കത്തിച്ച് ദൈവത്തെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. എപ്പോഴും ഒരു അയ്യപ്പൻ്റെ പ്രസൻസ് നമുക്ക് ചുറ്റുപാട് ഉണ്ടാക്കാനുള്ള പൂജകളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ പഠിച്ചും അമൂല്യമായും നന്നാൻ പറ്റും. അതിനായിട്ട് ആഗ്രഹിക്കണം. വെല്ലിങ്നെസ് ഉണ്ടാവും. എന്താണ് ഫോൺ അഡിക്ഷൻ നിർത്തണം, സിഗരറ്റ് നിർത്തണം. സിഗരറ്റ് നിർത്തി കഴിഞ്ഞിട്ട് എനിക്ക് ഫോൺ കംപ്ലീറ്റ് റിലാക്സ് ആയി കഴിഞ്ഞാൽ എനിക്ക് ചിലവിടെ വെല്ലിങ്നെസ് ഇല്ല. എനിക്ക് ആസക്തിയില്ല. കാരണം എനിക്ക് അവരുടെ ആസക്തി അറിയാം. ആസക്തികളിലേക്ക് പോകുന്നതില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തിരിച്ച് പോകാനാണെങ്കിൽ വെല്ലിങ്നെസ്സിലേക്ക് വരുന്നത്. കാരണം ഈ ഒരു സാഹചര്യം മൂലമാണ് സിഗരറ്റ് പറയുന്നത്. ഇതിൽ നമ്മൾ സുബോധവാനാണ്. നമ്മുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, നമ്മുടെ സെക്ഷൽ മിസ്കണ്ടക്ട് എല്ലാത്തിനും നമ്മൾ അഡ്രസ്സ് ചെയ്യണം. എല്ലാം നമ്മളതിനെ സൊബ്രറ്റി വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം ഒറ്റയടിക്ക് തിന്നാനും പറ്റില്ല. ആദ്യം നമ്മൾ 9 മാസത്തെ സിഗരറ്റിൽ മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചു. 2 വർഷത്തോളമൊക്കെ മാറാൻ സാധിച്ചാൽ ഓഫ്കോഴ്സ് ഇപ്പോൾ എനിക്ക് തന്നെ മിക്കവരും 1.5 വർഷം കള്ളിൽ നിന്ന് മാറി എന്നിട്ടാണ് ഇപ്പോഴും തുടങ്ങുന്നത്. സോ 1.5 വർഷം എനിക്ക് സിഗരറ്റിൽ മാറി നിന്നാൽ എനിക്ക് നല്ല പക്കയായിട്ടുള്ള രീതിയിൽ, നല്ല വർക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂഷൻ എടുക്കാൻ പറ്റുന്നതൊരു അച്ചട്ടാണ്. സോ ഇപ്പം ഞാൻ ചെയ്യുന്നത് വലിയ കാര്യം, ഇതൊരു വലിയൊരു മൂവ്മെൻ്റാണ്. കാരണം ഇപ്പം ഈ വർഷമായിട്ടുള്ളൊരു പരിശീലനം കാരണമാണ് എനിക്ക് നോട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു 1.5 വർഷം ഞാൻ കുറേ കൂടി സ്റ്റേബിളാവും. സിഗരറ്റിൽ നിന്ന് കുറേ വിട്ട് നിൽക്കും. അപ്പം ഭയങ്കര ഒരു ബാഡ് ഹാബിറ്റിൽ ഇന്നത്തെ പോലെ ഗ്രൂപ്പോട്ട് പോലെയാണ് പറഞ്ഞില്ല. ഗ്രൂപ്പ് ശക്തിയുടെ ഒരു ദൈവിക ശക്തിയുണ്ട്, നല്ലൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് പവറുണ്ട്. അപ്പോൾ ഹോം ഗ്രൂപ്പോട്ട് പോകുന്നില്ല, വ്യക്തികളിൽ നിന്ന് അതിന് വിദ്യാർത്ഥി വ്യക്തികളൊക്കെ ഇരുന്ന സ്ലിപ്പ് നടന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നൊരു ചിലക്കടിക്കുകയാണ്. ഏത് സമയത്താണ് ഈ പറഞ്ഞുള്ള മിക്കപ്പോഴും ഇൻഫ്ലുവൻസിന് അടിസ്ഥാനത്തിൽ അതിന് മാത്രമേ എനിക്ക് ഭയമുള്ളൂ. എനിക്ക് എന്നെ ഭയമില്ല, എനിക്കാളും ഭയം മറ്റൊരാൾ ഇൻഫ്ലുവൻസിൻ്റെ വഴിയിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള ഭയമായിട്ട്. അല്ലെങ്കിൽ ചിലർ പറയില്ലേ, ഇന്നത് ചെയ്താൽ ഇന്നത് വലിച്ചാൽ എനിക്ക് ഇന്നത് തരാം എന്നൊക്കെ. അങ്ങനെയൊക്കെയുള്ള വ്യക്തികളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇൻഫ്ലുവൻസുകൾ അതായത് കുറച്ച് നീ താഴ്ന്നു കൊടുത്താൽ, കുറച്ച് നീ വൃത്തിയായാൽ ഞാൻ കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നാർസിസിസമാണ്. പക്ഷേ അതുപോലത്തെ ആളുകളുണ്ട്. അതായത് നീ കുറച്ച് വിഷയങ്ങളൊക്കെ നീ ചെയ്താൽ ഞാൻ ഇങ്ങനെ സ്മൂത്താക്കി എടുക്കാം. ഇത് നാർസിസിസമാണ്. ഒരു ബാഡ് ഹാബിറ്റാണ്. ഇപ്പോൾ അവരുടെ നിലവാരത്തിലേക്ക് നമ്മളെ കൂടി താഴ്ത്തുകയാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ കുറേ നല്ല ഒരു മാനസികാവസ്ഥയിലാണ് ജീവിക്കുന്നത്, ബോധത്തിലാണ് ജീവിക്കുന്നത്. അവരുടെ നിലവാരത്തിലേക്ക് കൊണ്ട് യാതൊരു കാര്യമില്ല. എല്ലാം ഷെയർ ചെയ്യുക, ഓപ്പൺ ആവുക, ഹോണസ്റ്റ് ആവുക, ഹമ്പിൾ ആവുക, ഒന്നിനെ ഭയക്കാതിരിക്കുക. എല്ലാം ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. മനുഷ്യർക്ക് സത്യസന്ധമായി ഷെയർ ചെയ്യുക, എല്ലാ പ്രശ്നങ്ങളും. പിന്നെ ഫ്രണ്ട്സ് കേട്ടില്ല ഇപ്പോൾ ഒരു 1-2 വർഷം എനിക്ക് ആരെയാണ് കിട്ടാം. ഇപ്പോൾ ഞാൻ സൂപ്പറായിട്ട് സിഗരറ്റിൽ മാറും. ഒരു 1 വർഷത്തിൽ ഫ്രണ്ട്സ് തന്നെ സാധിക്കും.
എനിക്കറിയാൻ പറ്റില്ല, എനിക്ക് പറയാൻ പറ്റില്ല. ഓഫ്കോഴ്സ് ഞാൻ പണ്ട് സർഫിംഗ് എൻ്റെ പന്ത്രണ്ട് വർഷം 1.5 വർഷം 2 വർഷത്തിനിടയിൽ girls, touching me, openly expressing interest. എനിക്കിപ്പോൾ ലാസ്റ്റ് ഇയറിലൊക്കെ എല്ലാ കമ്പനിക്കായിട്ട് ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഗേൾസ് ഞാൻ ജോലി കിട്ടിക്കൊണ്ട് കല്യാണം കഴിക്കുന്നു എത്ര 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 എന്നോട് ഇഷ്ടമുണ്ടായിട്ട് ഇഷ്ടമല്ലാണ്ട് അറിയിച്ചെടുക്കുന്നു ഇഷ്ടം എന്നോട് സൗഹൃദം കിടക്കുന്നു. ചില ഫ്രണ്ട്ഷിപ്പ് ആയാലും എൻ്റെ അമ്മയിൽ വളരെ താല്പര്യത്തോടെ സംസാരിക്കുന്നതാണ്. ടീച്ചറായാലും വളരെ ഇന്റിമേറ്റായിട്ടുള്ള ടീച്ചറായാലും ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്ന ഒരു പിന്നെ നല്ല സൗഹൃദങ്ങളായിരുന്നു. ഡീപ്പ് കണക്ഷൻസ് എല്ലാം എനിക്ക് ലഭിച്ചു എല്ലാം. പക്ഷെ അതൊക്കെ ഞാൻ ഊവിക്കളഞ്ഞു. എൻ്റെ നിയന്ത്രണമില്ല, ഞാനൊരു ശക്തിയില്ല, ശക്തികൊണ്ടാണ് ഓരോ കേസുകൾ ഊവിക്കളഞ്ഞിട്ട് പ്രശ്നങ്ങൾ വന്നു. അടിതെറ്റുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് അടിതെറ്റുമ്പോൾ ആ ഒരു ബ്രദ്ധാണ് അടിതെറ്റിച്ചത് വായിച്ചത് എന്ന് പറഞ്ഞാൽ ബ്രദ് അത് നമ്മളെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക്. അപ്പോൾ ആ പ്രേമം ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ റിലാപ്സായിട്ട് ഫൗണ്ടേഷൻ കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ബീറ്റ ടൈപ്പ് ഓഫ് പേഴ്സണായിട്ട് മാസ്കുലിനിറ്റിയിൽ വരികയെന്ന് വെച്ചാൽ ഭക്ഷണം തരുന്നു ചെയ്യില്ലേ പെണ്ണാളെ 1,00,000 വരുമ്പോൾ അതൊക്കെ ലൈഫ് അല്ല, വിജിലൻ്റ് അല്ലെങ്കിൽ ലൈഫ് അതല്ല. എന്നാൽ അവസരത്തിൽ എപ്പോഴുള്ള അവസരത്തിൽ തിരിച്ച് പോവാം. ട്രോമാറ്റിക്കായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇടയ്ക്ക് പോവാം, തിരിച്ച് വരാം. സോ ഒരിക്കലും ഒരു ഫാമിലൊക്കെ ഒരു മന്ത്രങ്ങൾ കൺസെപ്റ്റ് പക്ഷേ ഇതൊന്നും ഇപ്പം അതാണ് എൻ്റെ ഒരു എനിക്ക് മാർഗമായിട്ട് വലിയ ഇതായിട്ട് ഉണ്ടായിരുന്നു, ഗ്രൂപ്പൊന്നുണ്ടായിരുന്നു. എന്നെ സഹായിച്ച കുറേ ടീംസ് ഒക്കെ